ഹായ്, ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്ലാക്സ് സീഡ് ജെല്ലാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ഫ്ലാക്സ് സീഡിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാം. സ്കിന്നിലും ഹെയറിലും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഫ്ലാക്സ് സീഡ്. അപ്പം നമുക്കിതൊന്ന് ജെല്ലാക്കി ചെയ്ത് നോക്കാം. അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിയാസമൈഡ് ആഡ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഫ്ലാക്സ് സീഡ് ചെയ്യുന്നത്. അപ്പം നിയാസമൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. നമ്മുടെ സ്കിന്നിനെ ഈവൻ ടോൺ ആക്കാനും നമ്മുടെ സ്കിന്നിനെ ഏജിങ് കുറയ്ക്കാനും ഹൈഡ്രേറ്റ് ചെയ്യാനും നമ്മുടെ പോഴ്സിനെയൊക്കെ അൺക്ലോഗ് ചെയ്യാനും എല്ലാം നമ്മൾ ഈ ഒരു നിയാസമൈഡ് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഫ്ലാക്സിഡിനകത്തെ വരുമ്പം എന്ത് നല്ല ഗുണമായിരിക്കും നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. അപ്പോൾ ഏജിങ് ഒക്കെ കുറയ്ക്കാനും റിങ്കിൾസിനെയൊക്കെ തടയാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും നമുക്ക് നിയാസമൈഡും ഈ ഫ്ലാക്സിഡും യൂസ് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകാൻ നിങ്ങൾ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു 4 സ്പൂണ് ടേബിൾ സ്പൂണാണിത് നമ്മൾ ഫ്ലാക്സീഡ് എടുക്കുന്നുണ്ട്. നമ്മൾ ഫ്ലാക്സീഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഗ്രാമിൽ വരുമ്പം ഒരു 20 ഗ്രാമൊക്കെ നമുക്ക് കാണും. അപ്പോൾ ഇത്രയും ഞാൻ ഫ്ലാക്സീഡ് എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുന്ന ഈ ജെല്ല് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും ക്രീം ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജെല്ല് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്ക് സോപ്പിനാണ് കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടും ഈ ഫ്ലാക്സീഡ് ജെൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ സ്കിന്നിന് ഡെയിലി നിങ്ങൾ ഈവനിങ് നൈറ്റും മോർണിംഗിൽ നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ്, ഈവൻ നമ്മുടെ സ്കിന്നിനെ രാവിലെ നമ്മൾ ഈ കൊള്ളുന്ന വെയിലിൽ നിന്നും എല്ലാം ഒരു എൻവയോൺമെൻറ്റൽ ഡാമേജിൽ നിന്നെല്ലാം നമ്മുടെ ഈ ഫ്ലാക്സീഡ് ജെൽ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാനുണ്ടെങ്കിൽ ക്രീംസ് എന്തെങ്കിലും നിങ്ങൾ മോയ്സ്ചറൈസിങ് ക്രീം, ഷാമ്പൂ, ഫേസ് വാഷ്, സോപ്പ്, ലിപ് ബാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വേണ്ടത് വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ മെഷർ ചെയ്യാം. ഒരു 150 നമുക്ക് എടുക്കാം. കാരണം നമ്മളിത് ബോയിൽ ചെയ്യുന്നതല്ലേ. അപ്പം നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന 100 ഗ്രാം പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ബട്ട് നമ്മൾ ബോയിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊക്കെ അതിൽ പോകും. അതുകൊണ്ട് നമുക്ക് ഒരു 150 എടുക്കാം. അപ്പോൾ നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ മെഷർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ മാറ്റാം. നമുക്കിതിനെ ഡബിൾ ബോയിൽ ചെയ്യണ്ടേ. അപ്പം നമ്മുടെ ഇതും നമ്മൾ ആഡ് ചെയ്യും. അപ്പം നമ്മളെടുത്ത ആ ഒരു ഫ്ലാക്സിനെ വാട്ടറിനെയും കൂടെ നമ്മളിപ്പോൾ ഒന്ന് വാഷ് ചെയ്തെടുത്തു. അപ്പോൾ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസ്റ്റിൽ വാട്ടറിൽ ഒഴിച്ച് വെക്കാൻ. അപ്പോൾ ഇതിനെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് വാട്ടർ മെഷർ ചെയ്യാം. 150 നമുക്ക് വാട്ടർ മെഷർ ചെയ്തെടുക്കണം. നമ്മുടെ ഫ്ലാക്സ് ഇത് കഴുകി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ വാട്ടറും 150 മെഷർ ചെയ്തെടുക്കണം. ഈ മെഷർ ചെയ്ത വാട്ടറിനെ നമുക്ക് ഈ ഒരു ഫ്ലാക്സിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഡയറക്റ്റ് ബോയിൽ ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഒത്തിരി അങ്ങ് തിക്കാക്കില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരു ഒത്തിരി വാട്ടറി കൺസിസ്റ്റൻസിയിലാകണേ. ഒത്തിരി അങ്ങ് തിക്കാകില്ല. അപ്പോൾ ചൂടാകട്ടെ. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ബോയിൽ ആകുമ്പോൾ നമ്മളിതിനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒത്തിരി തിക്കാകരുത്, എന്നാൽ ഒത്തിരി വെള്ളവും ആകരുത്. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നമുക്കിതിനെ ആക്കുമ്പോൾ നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്ത് ഡ്രെയിൻ ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്, ഓക്കെ, ലോ ഫ്ലെയിം ടു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഇതിനെ നമ്മളെപ്പോഴും നമ്മളിങ്ങനെ ഈ ഒരു ബോയിൽ ചെയ്തെടുക്കുമ്പോൾ അത് വെള്ളം പെട്ടെന്ന് നമുക്ക് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്കിപ്പോൾ ഓഫ് ചെയ്യാം. കാരണം ഇതിലും കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് തിക്കായിപ്പോൾ. അപ്പോൾ ഈ ഒരു ഫ്ലെയിമിൽ കൺസിസ്റ്റൻസിലാക്കിയിട്ട് നമുക്ക് നിർത്താം. നമുക്കിതിനെ ഡ്രെയിൻ ചെയ്ത് എടുക്കാം. ഈ ഫ്ലാക്സീഡ് ജെൽ എടുക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ പരിപാടിയല്ല, നല്ല പാടാണ്. അത് ഇത്തിരി ആറിയതിന് ശേഷം ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾ എടുക്കണം. എന്നിട്ട് ഞാനതിനെ അതിന് ഞാനിങ്ങനെ തണുത്ത കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 53 വേണം. നോക്കാം നമുക്കിത് എത്ര കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസിയിൽ വരണമെങ്കിൽ നമുക്ക് 82.3 വേണം. ഇതെല്ലാം കൂടി കണ്ടോ. നമുക്കിനി ഇതിനെ പഠിച്ച് 82. ഇപ്പോൾ നമുക്കൊരു 80 നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് 82 എടുക്കാൻ നോക്കുക. കുറച്ചും കൂടെ കൂടുതൽ വാട്ടർ എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 4 ഗ്രാം നിയാസമൈഡാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിയാസമൈഡിൻ്റെ ബെനിഫിറ്റ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്കൊരു 4 ഗ്രാം, ഓക്കെ, നമുക്ക് 4 ഗ്രാം നിയാസമൈഡ് നമുക്ക് ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ലിലോട്ട് ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനെ ഈ നിയാസമൈഡിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം.
അപ്പം ഓൾറെഡി നമ്മുടെ ഈ ഒരു ഫ്ലാക്സിൽ ഒന്ന് കൂളാവും. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലംസ് ഒന്നും ഇല്ലാതെ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നല്ലതായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ജിയോ ഗാർഡ് ECT പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. അപ്പം ഒരു ജിയോ ഗാർഡ് നമ്മൾ ഒഴിക്കുവാണ്. ജിയോ ഗാർഡ് നമുക്കൊരു 1 നമ്മൾ ആഡ് ചെയ്യണം. ഈ ടൈമിൽ തന്നെ നമ്മൾ ജിയോ ഗാർഡ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുവാണ്. ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. ഇനി നമുക്ക് 10 ഗ്രാം ഗ്ലിസറിന് ജാന്തങ്കം മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് 10 ഗ്രാം ഗ്ലിസറിൻ എടുക്കാം. ഗ്ലിസറിൻ അറിയാലോ ഹ്യൂമക്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഗ്ലിസറിൻ. 10 ഗ്രാം എടുക്കുക. ജാന്തങ്കം നമുക്കൊരു 1.5 ഗ്രാം എടുക്കാം. ജാന്തങ്കം മെഷർ ചെയ്യാം. അതൊരു 1 to 1.2 മതി. 1.2 എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഗ്ലിസറിൻ മാത്രമേ സാന്തങ്കം മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് സാന്തങ്കം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് മിക്സായ സാന്തങ്കം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിനകത്തോട്ട് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തിക്കാക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മുടെ. അപ്പോൾ മിക്സിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി ഫ്ലാക്സിൽ ജെല്ല് ഒത്തിരി കട്ടി ഉണ്ടാവും. നമ്മൾ അതിൻ്റെ കൂടെ ഗമ്മും കൂടെ സാന്തങ്കമ്മും കൂടെ വിശ്രം ഒഴിക്കുമ്പോൾ അത് പിന്നെയും തിക്കാവത്തേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. അപ്പം നമുക്കിനി ഇതിനെ കവർ ചെയ്തൊരു 1 hour വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം. ഓക്കെ, നമുക്കിനി ഇതിനെ കവർ ചെയ്തു ക്ലിൻ ഡ്രാപ്പ് വെച്ചോ ഫോയിൽ പേപ്പർ വെച്ചോ എങ്ങനെയായാലും ഒന്ന് കവർ ചെയ്താൽ മതി. ഈ സാന്തങ്കം നന്നായിട്ട് ഒന്ന് ഹൈഡ്രേറ്റ് ആയി സ്വെല്ലായി വരാൻ വേണ്ടി നമുക്കിതിനെ കവർ ചെയ്യാം. എന്നിട്ടൊരു 30 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയായിട്ടുണ്ടെന്ന്. നമുക്കിനി ഓപ്പൺ ചെയ്ത് നമ്മുടെ ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം. നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസി കണ്ടില്ല, ജെല്ല് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല നമ്മുടെ പ്രോഡക്റ്റ് നല്ല കിട്ടില്ല, നല്ല ഗ്ലാസി ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സോപ്പിനും ഫേസ് വാഷിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.